കഞ്ചാവ് വലിച്ചത് പൊറുക്കണേ അല്ലാ, ഹാൻസ് ഉപയോഗിച്ചത് പൊറുക്കണേ അല്ലാ, ലഹരി ഉപയോഗിച്ചത് പൊറുക്കണേ അല്ലാ. ഇനി തെറ്റിലേക്ക് മടക്കല്ല അല്ലാ, ഇനി തെറ്റിലേക്ക് മടക്കല്ല അല്ലാ, ഇനി തെറ്റിലേക്ക് മടക്കല്ല അല്ലാ. റമളാനാ വരുന്നത്. സംഭവം സൂപ്പറാ, എനിക്കിഷ്ടായി. ചിലപ്പോൾ അതൊരു തമാശയായിരിക്കും. എന്നാൽ നമുക്ക് ആ തമാശയൊന്ന് യാഥാർത്ഥ്യമാക്കിയാലോ? ന്യൂജൻ കുട്ടികളെ എനിക്കിഷ്ട, നിങ്ങൾക്കും എന്നെ ഇഷ്ടല്ലേ? അപ്പൊ നല്ലത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നാ നിങ്ങൾ കേൾക്കണം കേട്ടോ. അള്ളാഹുവിന് യുവത്വകാലത്ത് ആരാധന വലിയ ഇഷ്ടമാണോ? യുവാക്കളുടെ റോൾ മോഡൽ എപ്പോഴും യൂസുഫ് നബി ആയിരിക്കും. ആള് അടിപൊളി ഗ്ലാമർ ആയിരുന്നല്ലേ? സുലേഖയും ഒട്ടും മോശമൊന്നുമല്ല. രണ്ടുപേർക്കും അവസരങ്ങൾ ഒത്തുവന്നു. എന്നിട്ട് പോലും അവിടെ നോ എന്ന് യൂസുഫ് നബിയെ പറയിപ്പിച്ചത് ഹൃദയത്തിന്റെ അകത്തളത്തിലെ അള്ളാഹു എന്ന ചിന്തയാണ്. എല്ലാ തെറ്റുകളും മോശത്തരങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ഒരുങ്ങുമ്പോഴും സാമ്പത്തികപരമായും ശാരീരികപരമായും നമുക്കത് കഴിയുമ്പോഴും ഒരു തെറ്റി നോക്കി നോ എന്ന് പറയാൻ അത് വല്ലാത്തൊരു ഈമാൻ തന്നെ ഉണ്ടാകണം. നമ്മുടെ മുമ്പിൽ കള്ളും പെണ്ണും കഞ്ചാവും ലഹരിയൊക്കെ വരും, വേണ്ടാത്ത മുഴുവൻ വൃത്തികേടുകളും വരും. എന്നാൽ അതിനെ നോക്കിയിട്ട് വേണ്ട എന്ന് പറയാൻ സംഭവം ഇച്ചിരി പാടാ. പക്ഷെ അതിന് നമുക്ക് സാധിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും നമ്മൾ വിജയിച്ചടോ. പുതിയ തലമുറ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ അവർക്കെതിരാട്ടോ. കാരണം സ്നേഹത്തോടുകൂടി അവരുടെ തെറ്റുകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പുഞ്ചിരിച്ച് കേൾക്കുന്ന അടിപൊളി തലമുറയാണ് ന്യൂജൻ പിള്ളേര്. കഴിഞ്ഞ വർഷം റമദാൻ 27 രാവിലെ ഏകദേശം ഒരു 1:30 സമയം ഞങ്ങൾ കുറച്ച് ഉസ്താദുമാർ ചേർന്ന് മേട്ടുപുറം എന്നടുത്തുള്ള ഒരു മക്കാമില് സിയാറത്തിന് പോയി. ഒരൽപ്പം മലമുകളിലാണ് മക്കാമുള്ളത്. ആ സമയം ഞങ്ങളുടെ മുമ്പിലൂടെ കുറെ ചെറുപ്പക്കാർ ബൈക്കിങ്ങനെ എരപ്പിച്ച് എങ്ങോട്ടൊക്കെയോ പോകുന്നു. ഞങ്ങൾ വെച്ച് ഈ ചെറുപ്പക്കാർക്ക് രാത്രി ഉറക്കൊന്നില്ലേ, ഇവരെന്തായി കാണിച്ചു കൂട്ടുന്നത്? വല്ലാത്തൊരു വിഷമം അവരോട് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഞങ്ങൾ ആ മലമുകളിലെത്തി സിയാറത്തിന് വേണ്ടി ആ മക്കുബറയുടെ ചാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ബൈക്കിൽ ഒരല്പം മുമ്പ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെന്ന രൂപത്തിൽ പോയ ചെറുപ്പക്കാരില്ലേ, അവർ നിറ കണ്ണുകളോടുകൂടി ആ മക്കാമിന്റെ ചാരത്തിരുന്ന് കരഞ്ഞു റബ്ബിനോട് ദുആ ചെയ്യുന്നു. അത്ഭുതമായി പോയി. അള്ളാഹു ഞങ്ങൾ അവരെ തെറ്റിദ്ധരിച്ചു പോയല്ലോ പടച്ചവനെ. എത്ര ഇഖ്ലാസുള്ള കൂട്ടുകാർ, മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളൊന്നും ഒന്നുമല്ലാന്നപ്പോ തോന്നിപ്പോയി. ഈ പാതിരാത്രി സമയത്തിൽ എത്ര ആൾക്കാർ എവിടെയൊക്കെ ജീവിതം ചെലവഴിക്കുമ്പോൾ ആ കൂട്ടുകാര് പടച്ച റബ്ബിന് വേണ്ടി അള്ളാഹുവിന്റെ ഒരു വലിയന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു ദ്വാരക്കുന്നു. നമ്മൾ കാണാത്തൊരു ചെറുപ്പക്കാരുണ്ട്, നമ്മൾ അറിയാത്ത കുറെ കൂട്ടുകാരുണ്ട്, തഹജ്ജുദ് മുടക്കാത്തവർ. അള്ളാഹുവിന് അവരെ ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല മാസമാണ് വരുന്നത്. എന്തൊക്കെയൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ തെറ്റു ചെയ്യാത്തവർ ആരുമില്ലടോ നബിമാരൊഴിച്ച്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്തു മടങ്ങ്. അള്ളാഹു നമ്മളെല്ലാം സ്വീകരിക്കും. അവൻ ഗഫാറും ഗഫൂറുമാണ്. നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. അള്ളാഹ്ക്ക് നമ്മളൊക്കെ ഏറെ ഇഷ്ടമാണ്.